ക്ലോറൈഡിന്റെ രണ്ട് രൂപങ്ങൾ, ഒന്ന് മോൾട്ടൻ സോഡിയം ക്ലോറൈഡ്, മറ്റത് എന്താണ് സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ കലക്കിയത്, അതായത് അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. ഇത് രണ്ടും എങ്ങനെയാണ് നമ്മൾ ഈ ഇലക്ട്രോലിസിസിന് വിധേയമാക്കുക എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഇന്ന് അതിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോ എന്തോ ഒരു ഡൗട്ട് ആരോ തെറ്റി പറഞ്ഞത്, അത് തെറ്റി പറയരുത് കേട്ടാ. അപ്പൊ അതിലേക്ക് നമ്മളൊന്ന് കിടക്കണം. ഓക്കെ, ഇരുമ്പ് വളയിൽ കോപ്പർ പ്ലേറ്റിംഗ് നടത്തുന്ന വിധം നോക്കൂ. തന്നിരിക്കുന്ന ചിത്രത്തില് വിച്ച് മെറ്റൽ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിനോട് ഏത് ഭാഗമാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു നോക്കിയേ. ഏത് ഭാഗം കണക്ട് ചെയ്തുള്ളത്? നെഗറ്റീവ് ടെർമിനലിനോട് ഏത് ഭാഗമാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ബാറ്ററിയുടെ? അയൺ ബാങ്കിൾ അല്ലേ? ഇരുമ്പുവള നെഗറ്റീവിനോട് ഘടിപ്പിച്ചുള്ളത് ഇരുമ്പുവളയാണ്. അപ്പൊ നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് പഠിക്കട്ടാ. എന്താണ് സാധനം? ആനോഡാണോ കാഥോഡാണോ? കാഥോഡ്. അത് ഉറപ്പിച്ച് പഠിക്കുക. അതായത് എന്തിന്മേലാണോ പ്ലേറ്റിംഗ് നടത്തേണ്ടത് അത് എപ്പോഴും കാഥോഡായിരിക്കും. എന്തിന്മേലാണോ പ്ലേറ്റിംഗ് നടത്തേണ്ടത് അതെല്ലായ്പ്പോഴും കാഥോഡായിരിക്കും. ഇനി അടുത്തത് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി. ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗത്ത് ഘടിപ്പിച്ചിട്ടുള്ളത് അത് ആനോഡാണോ കാഥോഡാണോ? ആനോഡ്. അപ്പൊ അതും മനസ്സിലാക്കി വെക്കുക. ഏത് മെറ്റലാണോ നമ്മള് അതുമ്മെ പിടിപ്പിക്കേണ്ടത് ആ മെറ്റൽ എല്ലായ്പ്പോഴും നമ്മള് ആനോഡായിട്ട് വെക്കണം. ആനോഡ് കാഥോഡ് കേട്ടാ. ഇനി നമ്മള് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇലക്ട്രോലിസിസിൽ ആനോഡ് എന്ന് പറയുന്നതും കാഥോഡ് എന്ന് പറയുന്നതും നോക്കുക എന്താണോ വിപരീതമാണ്. ഏതാ? വോൾട്ടായിക് സെല്ലിലെ ആനോഡും കാഥോഡും. നോക്കൂ, ഇലക്ട്രോലിസിസിൽ ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡാണ് ആനോഡ്. അതേസമയം വോൾട്ടായിക് സെല്ലിൽ നേരെ വിപരീതമാണ്. ഞാൻ അത്രേ പറയണുള്ളൂ കേട്ടാ, തെറ്റിക്കരുത്. അതേസമയം ഇതില് നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് കാഥോഡാണ്. വോൾട്ടായിക് സെല്ലിലെ നെഗറ്റീവ് ഇലക്ട്രോഡ് അതേസമയം നേരെ തിരിഞ്ഞു വന്നിട്ട് എന്താവും? ആനോഡാവും. മതി, അത്ര മതി. ആനോഡും കാഥോഡും നിങ്ങൾ അപ്പൊ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. ആനോഡും കാഥോഡും എങ്ങനെ തീരുമാനിക്കുക? ആനോഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നത് ആനോഡും ഇലക്ട്രോൺ വാങ്ങുന്നത് കാഥോഡും. അങ്ങനെയാണ് ആനോഡിനെയും കാഥോഡിനെയും നമ്മൾ എന്ത് ചെയ്യണത്? എടുക്കുന്നത് കേട്ടാ. ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നത് ആനോഡും ഇലക്ട്രോൺ വാങ്ങുന്നത് എന്താ? കാഥോഡുമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇനി മൂന്നാമത്തെ ഡോട്ട് നോക്കുക. വിച്ച് സൊല്യൂഷൻ ഈസ് യൂസ്ഡ് ആസ് ഇലക്ട്രോലൈറ്റ്? ഏത് സൊല്യൂഷനാണ് അവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ സ്വീകരിക്കുന്നത്? ഏത് സൊല്യൂഷനാ? സൊല്യൂഷന്റെ പേരെന്താ? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അല്ലെ? CuSO4 എന്ന് ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ എഴുതും. അത് നമ്മൾ കുറെ എഴുതിയിട്ടുണ്ട്. CuSO4 എന്ന് എഴുതും അല്ലെ? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഇനി ഇതൊക്കെ നമ്മൾ മുൻപ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇതാ ഒന്നും കൂടി പറയാം. When electricity is passed through Cu2+ ions of solution, they attracted to negative electrode, അതായത് അയൺ ബാങ്കിളും അത് പറ്റി പിടിക്കുന്നു. ഓർ ടു ദ കാഥോഡ്, അതായത് അയൺ ബാങ്കിളാണ് ഇവിടുത്തെ കാഥോഡ്. അപ്പൊ Cu2+ എന്ന് പറയുന്ന സംഗതി ഇവിടെ നിന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഒരു സംശയം വന്നു. നോക്കാം.
കാഥോഡില് Cu2+ അയോണിന് എന്ത് മാറ്റം സംഭവിക്കുന്നു? കംപ്ലീറ്റ് ദ ഇക്വേഷൻ. Cu2+ എന്ന് പറയുന്ന സാധനത്തിന് എന്ത് മാറ്റം സംഭവിക്കും? ഒന്ന് നോക്കി നോക്കിയേ. നമ്മള് ഇക്വേഷൻ കംപ്ലീറ്റ് ആക്കിണ്ടായി. മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തോട്ടാ. മൈക്ക് മ്യൂട്ട് ചെയ്യാത്ത ആൾക്കാര് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യും. ഓൺ ചെയ്തിട്ടില്ല. എന്തെങ്കിലും പറയാനുണ്ടാകുമ്പോ മാത്രം മൈക്ക് ഓൺ ചെയ്യാം. മൈക്ക് ഉള്ള ആള് നോക്കുന്നത്. അനഗ് മൈക്കൊന്ന് ഓഫ് ആക്കടാ. നോക്കൂ. നോക്ക്, ഇവിടെ വരുന്നത് എന്താ? Cu2+ + 2e. ഇതിനുണ്ടാകുന്ന മാറ്റം എന്താ? അവിടെ കംപ്ലീറ്റ് ചെയ്യുക. Cu2+ എന്ന് പറയുന്നത് അയോൺ എന്തായി മാറുന്നു? Cu എന്ന് പറയുന്ന ആറ്റമായി മാറുന്നു. കാണാണ്ടായില്ല, ഞാനത് പ്രസന്റ് ചെയ്യാം. നോക്കുക, ആറ്റമായി മാറുന്നു. ഓക്കെ, ഓക്കെ. കാണാണ്ടത്? നോക്കൂ, ഇനി ഇതില് വാട്ട് ഹാപ്പൻ ടു കോപ്പർ അയോൺ? കോപ്പർ അയോണിന് എന്ത് സംഭവിക്കുന്നു? കോപ്പർ അയോണിന് സംഭവിക്കുന്ന മാറ്റം എന്ത്? ഇവിടെ എത്തിയിട്ടാണ് പ്രശ്നം ഉണ്ടായത്. ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? ഇതാണ് ആ പ്രശ്നം ഉണ്ടാക്കിയ സാധനം. കോപ്പർ അയോണിന് എന്താണ് സംഭവിച്ചത്? ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? ശ്രദ്ധിക്കൂ, കോപ്പർ അയോണിന്, ഈ ഭാഗം ക്ലിയർ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കോപ്പർ അയോണിന് സംഭവിച്ചത് എന്താ? ഇലക്ട്രോണുകളെ കിട്ടുകയാണോ കൊടുക്കുകയാണോ ചെയ്തത്? സംഭവിച്ചത് ഒന്ന് പറഞ്ഞേ ദേവാങ്ങനെ. റിഡക്ഷൻ. റിഡക്ഷൻ. അതായത് ഞാൻ പറഞ്ഞതിന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. കിട്ടുകയാണോ കൊടുക്കുകയാണോ ചെയ്തത്? കിട്ടുക. അതാണ് അവിടെ റിഡക്ഷൻ എന്ന് പറയുന്നത്. കിട്ടലാണ്. ഇനി വീണ്ടും കേട്ടാ, നോക്കൂ അടുത്ത ഭാഗം. ഇൻ ദിസ് വേ Cu2+ അയോൺ. അപ്പൊ അവിടെ എഴുതി വെച്ചോളൂട്ടാ, റിഡക്ഷൻ അഥവാ നിരോക്സീകരണം. മലയാളികൾ നിരോക്സീകരണം എഴുതി വെക്കുക, പെൻസിൽ കൊണ്ട് എഴുതി വെക്കുക. ടെക്സ്റ്റ് ബുക്കില്ലേ കയ്യില്? അവിടെ എഴുതി വെക്കുക. ഇൻ ദിസ് വേ Cu2+ അയോൺ ആർ ഡെപ്പോസിറ്റഡ് ഓൺ അയൺ ബാങ്കിൽ Cu ആറ്റം. അങ്ങനെ Cu2+ അയോൺ ആറ്റമായി മാറിയിട്ട്, Cu എന്ന് പറയുന്ന ആറ്റമായി മാറിയിട്ട് അത് ഈ അയൺ ബാങ്കിളില് ഇരുമ്പ് വളയമ പറ്റി പിടിക്കുന്നു. The copper undergoes oxidation at the copper plate, which is positive electrode or anode. Copper undergoes oxidation. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കൂട്ടാ, ശ്രദ്ധിക്കൂ. ഒരു മിനിറ്റ്. എന്താ ചെയ്യാ?
നോക്കൂ ഇവിടെ കാണാനില്ല. നോക്ക്, ഇത് കോപ്പർ അയോണിന് സംഭവിച്ച മാറ്റം. ശ്രദ്ധിക്കണ്ട, കാണണ്ട, ബോർഡ് കാണണ്ട. ഇത് കോപ്പർ അയോണിന് സംഭവിച്ച മാറ്റം. കോപ്പറിന് സംഭവിച്ച മാറ്റം എന്താ? കോപ്പറിന് സംഭവിച്ച മാറ്റം ഇതാ, കോപ്പർ Cu ഈക്വൽ എന്തായിട്ട് മാറി? Cu ഈക്വൽ എന്തായിട്ട് മാറി? Cu 2+ + 2e-. ശ്രദ്ധിക്കണ്ട, കോപ്പറിന് സംഭവിച്ച മാറ്റം അടിയിലുള്ളത്, കോപ്പർ അയോണിന് സംഭവിച്ച മാറ്റം മുകളിലുള്ളത്. അതായത് ഇവിടെ ഇത് എന്താകുന്നു? ഇത് റിഡക്ഷൻ. ഇത് റിഡക്ഷൻ അഥവാ നിരോക്സീകരണം. മലയാളികൾ ശ്രദ്ധിക്കട്ടെ, നിരോക്സീകരണം. ഇതിനെന്താ പറയാ? ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ. ആ വാചകം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോ ചില ആളുകൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഇപ്പൊ മാഷ് ഒന്നും കൂടി പറയണത്. കോപ്പറും കോപ്പർ അയോണും രണ്ടാണ് കേട്ടാ. ഞാൻ പറയണ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണ്ട. ഞാൻ ആദ്യം പറഞ്ഞത് കോപ്പർ അയോൺ എന്നാണ്, പിന്നെ പറഞ്ഞത് കോപ്പർ എന്നാണ്. ആ ബുക്കിൽ നോക്കൂ, നിങ്ങളുടെ ബുക്കിൽ നോക്കൂ. ബുക്കിൽ പറഞ്ഞത് ആദ്യം പറഞ്ഞത് എന്താ? കോപ്പർ അയോൺ. പിന്നെ പറയണത് എന്താ? കോപ്പർ. നോക്കൂ, ആദ്യം പറഞ്ഞത് കോപ്പർ. കണ്ടാ, ബുക്കിൽ നോക്കൂ. അത് ഇത് കണ്ട, Cu2 + 2e. അത് കോപ്പർ അയോണിനാണെങ്കിൽ പിന്നെ അവര് ചോദ്യം പറയുന്നുണ്ട് എന്താ? ഇൻ ദിസ് വേ നോക്കൂ, കോപ്പർ അണ്ടർഗോസ് ഓക്സിഡേഷൻ. അതേസമയം ഇവിടെ പറയുന്നത് കോപ്പർ എന്നാണ് കേട്ടോ. ഈ വാചക രണ്ടോടത്തിനും വരുമ്പോ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഇത് എടുത്ത് പറഞ്ഞത്. ഇത് കോപ്പറാണ്, ഇത് കോപ്പർ അയോണാണ്. മനസ്സിലാവുണ്ടോ? പറയണത് മനസ്സിലാവുണ്ടാ? ഇല്ല എല്ലാവരും? നോക്ക, അപ്പോ അതാണ് കോപ്പറും കോപ്പർ അയോണും തമ്മിലുള്ള വ്യത്യാസം. അത് മനസ്സിലാക്കുക. കോപ്പറും കോപ്പർ അയോണും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കൂ. ആദ്യം അവർ ചോദിച്ചത് കോപ്പർ അയോണിന് വരുന്ന പ്രവർത്തനം എന്ത്? ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? കോപ്പർ അയോൺ പോസിറ്റീവ് ആണ്, അതിലേക്ക് ഇലക്ട്രോൺ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് റിഡക്ഷൻ അഥവാ നിരോക്സീകരണം. എന്നാൽ കോപ്പർ എന്ന് പറയുന്നതോ അത് ആറ്റമാണ്, അതിന് സംഭവിക്കുന്ന മാറ്റം, അതിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണ്. അപ്പൊ അവിടെ സംഭവിച്ച മാറ്റം എന്താ? അത് ഓക്സിഡേഷൻ. ഇനി ശ്രദ്ധിക്കൂ, ഞാനിവിടെ ഈ ചിത്രം വരയ്ക്കാം. നോക്കൂ, ഇതാ മാഷ് ഇവിടെ വരയ്ക്കേണ്ട ചിത്രം കാണാല്ലേ? ഇതാ ഇവിടെ ഈ ചിത്രത്തില് ഇതാ ഇങ്ങനെ ഇത് ബാങ്കിൾ ഇങ്ങനെയല്ലേ കാട്ടിയുള്ളത്? ശ്രദ്ധിക്കൂട്ട, ഇതാണ് കോപ്പർ, ഇതാണ് കോപ്പർ Cu. അപ്പോ Cu2+ എവിടെയുള്ളത്? അത് ഇതാ ഇതിലാണ്. Cu2+, പിന്നെ എന്താണ് SO4. CuSO4 എന്ന് പറയുന്നതിൽ കണ്ട, Cu2+ എന്ന് പറയുന്നത് ഇതിന്റെ ഒപ്പമുള്ള ഈ സാധനമാണ് Cu2+. ഇതാണ് Cu. ഞാൻ പറയണത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ രണ്ടോടത്തിലുണ്ടാകുന്ന മാറ്റം, ഇവിടെ രണ്ടോടത്തിലുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു, ഈ ബാങ്കുളമ്പിലേക്ക് പോകുന്നു. കണ്ട, ഇപ്പൊ ബാങ്കുളമ്പിൽ ഇലക്ട്രോൺ മേടിച്ചിട്ട് അത് അതുമ്പോൾ തന്നെ പറ്റി പിടിക്കും. അതാണ് സംഭവിക്കുന്നത്. എന്നാൽ അപ്പൊ ഇവിടെ ഇലക്ട്രോൺ ഇതിന് സംഭവിക്കുന്ന പ്രവർത്തനം ഇവിടെയാണ്. മാഷം വേണമെങ്കിൽ എഴുതാം Cu2+ + 2e- ആണ്. എന്നാൽ ഇതിന് ഉണ്ടാകുന്ന മാറ്റം ഇവിടുന്ന് മോളിൽ കൂടിയാണ്. കണ്ട, മോളിൽ കൂടിയാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് കണ്ട ഇലക്ട്രോൺ പോകുന്നു. അതായത് ഇവിടെ ഈ ഇലക്ട്രോൺ ഇതിന് സംഭവിക്കുന്ന മാറ്റം Cu gives Cu2+ + 2e-. അത് മോളിൽ കൂടിയാണ്. മനസ്സിലായോ പറഞ്ഞത്? ഇവര് ആദ്യം പറഞ്ഞില്ല, ഇവിടെ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് Cuന് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് മുകളിലൂടെയും എന്നാൽ Cu2+ റിഡക്ഷൻ സംഭവിക്കുന്നത് താഴത്തേക്കൂടെ. ഇപ്പൊ പറഞ്ഞു മനസ്സിലായോ?
എത്ര പേർക്ക് മനസ്സിലായി ഇപ്പൊ പറഞ്ഞത്? Cu2+ റിഡക്ഷൻ സംഭവിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അത് ഇതിലൂടെ ലായനിയിൽ വെച്ചിട്ടാണ്. കണ്ട, ഈ ദ്രാവകത്തിൽ നിന്നാണ് വളയിലേക്ക്, ദ്രാവകത്തിൽ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ദ്രാവകത്തിലുള്ള Cu2+ ആണ് വളയിലേക്ക് പതിക്കുന്നത്. എന്നാൽ Cu എന്ന് പറയുന്നത് ഈ തൂങ്ങിക്കിടക്കുന്ന ഈ റോഡാണ്. ഈ റോഡിനുണ്ടാകുന്ന മാറ്റമാണ് ഏത്? റിഡക്ഷൻ. സോറി, ഓക്സിഡേഷൻ അല്ലെ, ഓക്സീകരണം. അതായത് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്. ഈ ദ്രാവകത്തിൽ കിടക്കുന്ന Cu2+നാണ് എന്ത് സംഭവിക്കുന്നത്? റിഡക്ഷൻ, അതായത് ഇലക്ട്രോൺ കിട്ടുന്നത്. ദ്രാവകത്തിലെ കോപ്പറിന് ഇലക്ട്രോൺ കിട്ടുകയും എന്നാൽ ഈ റോഡിലത്തെ കോപ്പറിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയും ചെയ്യും. അതാണ് സത്യം. ചുരുക്കി പറഞ്ഞ മനസ്സിലാവുണ്ടോ പറയണത്? ഇപ്പൊ പറഞ്ഞു മനസ്സിലായോ? ദ്രാവകത്തിലെ ഇലക്ട്രോണിന് കോപ്പറിന് ഇലക്ട്രോൺ ലഭിക്കുകയും എന്നാൽ റോഡിലെ, ഈ റോഡ് കോപ്പറാണ്, ഈ കോപ്പറിലെ റോഡ് ആകുന്ന കോപ്പർ, ഈ ദണ്ടാകുന്ന കോപ്പറിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുക. അപ്പൊ ഇവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ സംഭവിക്കുന്നത്, ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്. ഇവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? റിഡക്ഷൻ സംഭവിക്കുന്നത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ഞാൻ പിന്നെ അത് കുറെ പറഞ്ഞിട്ട് അതിന്റെ കൂടെ അത് പറഞ്ഞ ക്ലിയർ ആവില്ല എന്ന് കരുതിയിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അപ്പോ അത് മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും ഇതിലേക്ക് വരൂ. കാണാണ്ട അത് പറയണത് ഇല്ല? എല്ലാവരും നോക്കിയോളൂ. ഇനി ഇത് മനസ്സിലായോ? ഇനി പറയണ്ടല്ലോ മാഷ്. അപ്പോ കംപ്ലീറ്റ് ദ ഇക്വേഷൻ. What happens to the copper ion? അത് പറഞ്ഞു നമ്മൾ. Then copper undergoes oxidation, which is the positive electrode or anode. Complete the equation given below. താഴെ തന്നിരിക്കുന്ന ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഞാൻ ഇവിടെ മുകളിൽ എഴുതി. Cu എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? അവിടെ അതാണ് കംപ്ലീറ്റ് ചെയ്യൂ. മാഷ് ഒന്നുകൂടി എഴുതാം. Cu gives Cu2+ plus 2e-. Cu-നുണ്ടാകുന്ന മാറ്റം അതാണ്. Cu2+ plus 2e-. Okay. Ini. Now, isn't it clear how concentration of ion in the solution remain constant during electrolysis? അപ്പോ ഇവിടെ ഈ കാർബൺ ദണ്ട് ഇവിടെ തൂങ്ങിക്കിടക്കുന്നതിലൂടെ ശ്രദ്ധിക്കുക, എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ കാർബൺ ദണ്ട് തൂങ്ങിക്കിടക്കുന്ന കാരണം കൊണ്ട് ഈ ദ്രാവകത്തിന് നോക്കൂ, ഞാൻ കാണിക്കാം. ചിത്രത്തിലേക്ക് വരാം, ഞാൻ ബോർഡിലേക്ക് വരാം. നോക്കുക, ഈ ദ്രാവകം CuSO4 ദ്രാവകമാണ്. ഇവിടെ കിടക്കുന്ന ദ്രാവകം. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ കാർബണിന് പകരം ഗ്രാഫൈറ്റ് ദണ്ടാണ് വെച്ചെന്ന് വിചാരിച്ചു. വെറും ഗ്രാഫൈറ്റ്, കാർബൺ അല്ല, വെറുതെ ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് വെച്ചാൽ വൈദ്യുതി സഞ്ചരിക്കും, പക്ഷെ വേറൊന്നും സംഭവിക്കില്ല, കാരണം കാർബൺ അല്ല വെക്കുന്നത്. അപ്പൊ വെറുതെ ഗ്രാഫൈറ്റ് ആണ് വെച്ചതെങ്കിൽ ഈ ബാങ്കിൾ ഇപ്പുറത്തിട്ടു, എന്നിട്ട് നമ്മൾ ഇതുപോലെ ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇത് CuSO4 ആക്കി, ഇത് എന്നിട്ട് ഗ്രാഫൈറ്റ്, ഇപ്പുറത്ത് ബാങ്കിൾ, അങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ? കുറെ കഴിയുമ്പോൾ ഈ ദ്രാവകത്തിന്റെ, ഈ ലിക്വിഡിന്റെ കളർ മാറും, അത് ഫെയ്ഡ് ആവും. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഈ ലിക്വിഡിന്റെ കളർ എന്താവും? ഫെയ്ഡ് ആവും. മനസ്സിലായോ? മനസ്സിലായോ? ഈ ലിക്വിഡിന്റെ കളർ ഫെയ്ഡ് ആവും. ശ്രദ്ധിക്കേട്ടാ, കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. അങ്ങനെ അവസാനം ഇത് ഫെയ്ഡ് ആയിട്ട് ഇത് എന്താവും? അതിന്റെ ഒരു നീല കളറാണ്, അതില്ലാതെയോ? അത് നീല കളർ അവസാനം ഇല്ലാതെ ആയി കഴിഞ്ഞാൽ പിന്നെ ബാങ്കിളുമേ കോപ്പർ കയറില്ല, കാരണം ഇതിലത്തെ കോപ്പർ കംപ്ലീറ്റ് കഴിഞ്ഞു. അതാണ് അതിന്റെ അർത്ഥം. എന്നാൽ ഈ ഗ്രാഫൈറ്റ് മാറ്റിയിട്ട് നമ്മൾ കോപ്പർ ദണ്ട് ഇവിടെ ഇട്ടാൽ ഈ ദ്രാവകത്തിന്റെ കളർ മാറില്ല. എന്തുകൊണ്ട് എന്ന് പറയാൻ പറ്റും ആർക്കേലും? എന്തുകൊണ്ടായിരിക്കും ഇതിന്റെ കളർ മാറാത്തത്? പറയുന്നേ, വേഗം പറയും. എന്താ ശ്രീദർശൻ എന്ന് പറഞ്ഞേ? എന്തുകൊണ്ടായിരിക്കും ഇതിന്റെ കളർ മാറാത്തത്? ഈ കാർബൺ ദണ്ടിന് പകരം നമ്മൾ കോപ്പർ ദണ്ട് ഇട്ടു, എന്നിട്ട് കോപ്പർ റോഡ് ഇട്ടു, എന്നിട്ടാണ് നമ്മൾ ഈ സംഗതി നടത്തുന്നതെങ്കിൽ ഈ കളർ ഫെയ്ഡ് ആവില്ല. ദ്രാവകത്തിന്റെ, ലിക്വിഡിന്റെ കളർ ഫെയ്ഡ് ആവില്ല. നേരെ മറിച്ച് ഇത് കാർബൺ ദണ്ടല്ല, ഇത് ഗ്രാഫൈറ്റ് ആണെന്ന് വിചാരിച്ചോളൂ, അപ്പൊ ഇതിന്റെ കളർ ഫെയ്ഡ് ആവും.
അപ്പോ എന്തുകൊണ്ട് ഗ്രാഫൈറ്റ് ആവുമ്പോ ഫെയ്ഡ് ആവാൻ കാരണം ഞാൻ പറഞ്ഞു. ഈ കോപ്പർ ദണ്ട് ഇട്ടപ്പോൾ എന്തുകൊണ്ട് ഫെയ്ഡ് ആവുന്നില്ല അതൊന്ന് പറഞ്ഞേ ശ്രീധർശേ, വേം പറ. ഇല്ലേ, സ്ഥലത്തില്ലേ? ശ്രീധർശേ ഇല്ലേ? കേക്കാലിയേ? മാഷ് പറഞ്ഞത് കേക്കാലിയേ? പറയൂ പറയൂ, എന്നാ ആ ഉത്തരം പറയൂ. ഇവിടെ നമ്മള് ഇപ്പോ കിടക്കുന്നത് ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് ഇട്ടിട്ട് അല്ലെ നമ്മള് CuSO4 ഒഴിച്ചു, എന്നിട്ട് ബാറ്ററി ഒക്കെ ഇങ്ങനെ കണക്ട് ചെയ്തു. അപ്പൊ ഈ ബാങ്കിന്റെ കളർ ഇങ്ങനെ മാറുന്നു. കുറെ കഴിയുമ്പോൾ ഈ ദ്രാവകം ഫെയ്ഡ് ആവുന്നു. ഫെയ്ഡ് ആവുന്ന കഴിഞ്ഞാൽ അതിന്റെ കളർ മങ്ങുന്നു. എന്നാൽ ഈ ഗ്രാഫൈറ്റ് റോഡ് മാറ്റിയിട്ട് പകരം അവിടെ കോപ്പർ റോഡ് വെച്ചാൽ ദ്രാവകം ഫെയ്ഡ് ആവില്ല. എന്തുകൊണ്ട് ഫെയ്ഡ് ആവില്ല? മരിയോട് ചോദിച്ചു നോക്കാം. മരിയ റൈസ് ഹാൻഡ് നമ്മൾ കാട്ടിയിട്ടുണ്ട്, ചാറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, എന്താണ് മരിയ എന്ന് പറഞ്ഞേന്ന്. ഇത് മുൻപ് പറഞ്ഞിട്ടുണ്ട് നമ്മള്. എന്തുകൊണ്ടായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ബുദ്ധി വെച്ചിട്ട്. കോപ്പർ റോഡിനായിരിക്കുമ്പോ ഇലക്ട്രോൺ. വെരി ഗുഡ്. അതായത് ഈ ഇങ്ങനെ പറയണം, ഈ ദ്രാവകത്തിന്ന് കോപ്പർ ഇതിലേക്ക് പറ്റി പിടിക്കുന്നതിനനുസരിച്ച് കോപ്പർ റോഡിന്ന് കോപ്പറിന്റെ അയോൺ ഈ ദ്രാവകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇലക്ട്രോൺ അല്ല, ഇലക്ട്രോൺ മോളിൽ കൂടെ പോവാ. കാണുന്നുണ്ടല്ലോ അല്ലെ ഭാഷയോട് പറയണത്? ഇലക്ട്രോൺ മോളിൽ കൂടെ പോവും. അടിയിലേക്ക് എന്ത് വരും? കോപ്പറിന്റെ അയോൺ വരും. കോപ്പറിന്റെ അയോൺ എന്ന് പറഞ്ഞാൽ Cu2+ അടിയിലേക്കും വരും. എന്നാൽ ഇലക്ട്രോൺ എന്ന് പറയുന്നത് മുകളിലേക്കും വരും. E- എന്ന് പറയുന്നത് കണ്ട, അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇലക്ട്രോൺ മോളിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ ഇതിലൂടെ ഈ വളയമിലേക്ക് പറ്റി പിടിക്കും. Cu2+ ഈ ദ്രാവകത്തിലേക്ക് പോകും. അതായത് ഈ ദ്രാവകത്തിന്ന് Cu2+ വളയമിലേക്ക് പോകുന്നതിനനുസരിച്ച് ഈ റോഡും വന്ന് Cu2+ പുതിയത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ കുറെ കഴിയുമ്പോൾ എന്താ സംഭവിക്കാന്ന് അറിയൂ? ഈ റോഡ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ റോഡ് വളരെ കനം കുറഞ്ഞിട്ടുണ്ടാവും, തകിട് പോലെ ഉണ്ടാവും. അപ്പൊ അതെന്താ തകിട് പോലെ ആവാൻ കാരണം? അതുമെന്ന് കോപ്പർ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. സംശയമൊന്നുമില്ലല്ലോ ആർക്കും? ഓക്കെ കേട്ടാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കൂ, അടുത്തത് വീണ്ടും. During electroplating, suitable salt solution of the metal which is used for covering is used as electrolyte. നോക്കൂ, അതായത് ഇപ്പോ നമ്മള് ഈ ഇലക്ട്രോലിസിസ് നടത്തുമ്പോൾ ഇപ്പുറത്ത് കാർബൺ റോഡും ഇപ്പുറത്ത് അയൺ ബാങ്കുകളും വെച്ചു. ഇവിടെ നമ്മുടെ പർപ്പസ് എന്തായിരുന്നു? അയൺ ബാങ്കുകളുമേ എന്ത് പിടിപ്പിക്കുക? കാർബൺ റോഡല്ല, ഇപ്പുറത്തെ എന്താ? കോപ്പർ റോഡും ഇപ്പുറത്തെ അയൺ ബാങ്കുകളും വെച്ചു. ഇവിടെ കോപ്പറും ഇവിടെ അയണും വെച്ചു, ഇരുമ്പും വെച്ചു. നമ്മുടെ പർപ്പസ് എന്തായിരുന്നു? ഇരുമ്പിന്റെ വളയിന്മേൽ ചെമ്പ് പൂശുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിച്ച ദ്രാവകം കണ്ട കോപ്പർ സൾഫേറ്റ് ആണ്. സപ്പോസ് ഇവിടെ ഈ കോപ്പറിന് പകരം നമുക്ക് വേണ്ടത്, അതായത് ചെമ്പ് പൂശുന്നതിന് പകരം വെള്ളിയാണ് പൂശുന്നത് എന്ന് വിചാരിക്കും. വെള്ളിയാണ് പൂശുന്നതെങ്കിൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ട സൊല്യൂഷൻ വെള്ളിയുടെ സൊല്യൂഷൻ നമ്മൾ ഉപയോഗിക്കും. വെള്ളിയുടെ സൊല്യൂഷൻ ഏതാ? ഇതാ അവിടെ തന്നിട്ടുണ്ട്. സിൽവർ നൈട്രേറ്റ്, ഒന്നുകിൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ, അല്ലെങ്കിൽ എന്താണ്? സോഡിയം സയനൈഡ് പ്ലസ് സിൽവർ സയനൈഡ് സൊല്യൂഷൻ. സോഡിയം സയനൈഡും സിൽവർ സയനൈഡും കൂട്ടിയിട്ടുള്ള സൊല്യൂഷൻ, അഥവാ സോഡിയം സയനൈഡ്. അതായത് ഒന്നുകിൽ സിൽവർ നൈട്രേറ്റും അല്ലെങ്കിൽ എന്താ? സോഡിയം സയനൈഡ് പ്ലസ് സിൽവർ സയനൈഡ് സൊല്യൂഷൻ. മനസ്സിലായോ? ഇനി ഗോൾഡ് ആണ് പൂശുന്നതെങ്കിൽ സോഡിയം സയനൈഡ് പ്ലസ് ഗോൾഡ് സയനൈഡ് സൊല്യൂഷൻ. ഇതാണ് നമ്മളിവിടെ ചേർക്കുന്നത് കേട്ടോ, അത് മറക്കരുത്. അപ്പൊ അതാത് മെറ്റല് നമ്മൾ ചേർക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇനി ഇലക്ട്രോപ്ലേറ്റിങ്ങിന് കുറെ ഉദാഹരണങ്ങൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗോൾഡ് പ്ലേറ്റഡ് ജുവലറി അല്ലെ, 1 ഗ്രാം ആഭരണങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, 1 ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ. അതുപോലെ ക്രോമിയം പ്ലേറ്റഡ് ഹാൻഡിൽ ബാർസ്, നിങ്ങളുടെ സൈക്കിളിന്റെ ഒക്കെ ഹാൻഡില്, പിന്നെ ബൈക്കിന്റെ ഒക്കെ ഹാൻഡിലുമേ നല്ലൊരു തിളക്കം ഉണ്ടാവും, സ്റ്റീല് പോലെ അല്ലെ. പക്ഷെ അത് സ്റ്റീൽ തന്നെ എന്താണ്? ക്രോമിയമാണ്. അത് പുറം ഭാഗം ക്രോമിയം പ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള. അതുപോലെ സിൽവർ പ്ലേറ്റഡ് അറ്റൻസിൽസ്,
അതുപോലെ എന്താ വെള്ളി പൂശിയിട്ടുള്ള പാത്രങ്ങൾ, വെള്ളിപ്പാത്രം എന്നൊക്കെ പറയില്ലേ നമ്മൾ. അപ്പൊ അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രങ്ങൾക്ക് നാശം സംഭവിക്കാതിരിക്കാനും അതുപോലെ വിഷാംശം ഉണ്ടാവാതിരിക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ ഇതിലത്തെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഇനി അത് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മാഷ് ഇതിന്റെ നോട്ട് തയ്യാറാക്കിയിട്ട് തരാം കേട്ടാ. ഇത് പാഠം വായിച്ചില്ലേ? ഇപ്പോൾ മുഴുവനും നമ്മൾ ആദ്യം തൊട്ടിട്ട് നീ വായിക്കണ്ടല്ലോ. നോക്കൂ, ZnSO4 FeSO4 ഇത് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് വർക്കാണ് ഞാൻ തരുന്നത്. ഇത് നിങ്ങൾ ചെയ്തിട്ടൊന്ന് എനിക്ക് ഇന്ന് തന്നെ ചെയ്തിട്ട് ഇന്ന് തന്നെ വാട്സപ്പിൽ അയക്കണം കേട്ടാ. നോക്കൂ, ZnSO4 FeSO4. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എന്നെ എപ്പോ വേണമെങ്കിലും വിളിച്ചോളൂ നിങ്ങൾ, പകരം ഡേ ടൈമിൽ കേട്ടാ. വാട്സപ്പിൽ വിളിക്കരുത് കേട്ടാ, മറ്റേ ശരിക്കുള്ള ഫോണിൽ വിളിച്ചോളൂ. വാട്സപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ ബുദ്ധിമുട്ടാവും. നോക്കൂ, സൊല്യൂഷൻ ZnSO4 FeSO4 and CuSO4 are taken in 3 different test tubes. Suppose an iron nail is kept immersed in each one. ഓരോന്നിനും ഇരുമ്പാണി നമ്മൾ മുക്കി വെച്ചു. ആദ്യത്തെ ഭാഗത്തേക്ക് പോണത് ശ്രദ്ധിക്കൂ. ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് അയൺ നെയിൽ അണ്ടർഗോസ് കളർ ചേഞ്ച്? ഏത് ടെസ്റ്റ് ട്യൂബിലാണ് ഇരുമ്പാണി കളർ ചേഞ്ചിന് വിധേയമാവുക? ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ വീട്ടിൽ നിന്ന്? അതിന്റെ റിയാക്ടിവിറ്റി നോക്കുക. റിയാക്ടിവിറ്റി ഇരുമ്പിനേക്കാൾ കൂടിയതിൽ മുക്കുമ്പോഴാണ് ഇരുമ്പിന് എന്ത് കിട്ടുക? കളർ ചേഞ്ച് ഉണ്ടാവുക. ഇരുമ്പാണി അല്ലേ മുക്കണത്? അതെ, ഇരുമ്പാണി. ഇരുമ്പിനേക്കാൾ റിയാക്ടിവിറ്റി എന്താണ്? കൂടിയതിൽ ഇരുമ്പ് മുക്കണം. മനസ്സിലായോ? അപ്പോ എന്ത് സംഭവിക്കും? അതിന് കളർ ചേഞ്ച് ഉണ്ടാവും. ഒരു മിനിറ്റ്, പറഞ്ഞത് തെറ്റിയാ നമ്മള്. അതായത് ഇതിൽ ഏതിൽ മുക്കുമ്പോഴാ അതൊന്ന് പറഞ്ഞു നോക്കിയേ. ഇരുമ്പാണി ഏതിൽ മുക്കുമ്പോഴാ? ZnSO4 FeSO4 CuSO4 ഒന്ന് പറഞ്ഞു നോക്കിയേ. CuSO4. അപ്പൊ റിയാക്ടിവിറ്റി കുറഞ്ഞ ദ്രാവകം, പറഞ്ഞത് തെറ്റി നേരത്തെ. റിയാക്ടിവിറ്റി കുറഞ്ഞതില് ഇരുമ്പിന് റിയാക്ടിവിറ്റി കൂടുതലും സിയുവിന് റിയാക്ടിവിറ്റി കുറവും. അങ്ങനെയല്ലേ അവരുടെ റിയാക്ടിവിറ്റി കുറഞ്ഞ ദ്രാവകത്തിൽ വേണം മുക്കാൻ. അതായത് റിയാക്ടിവിറ്റി കുറഞ്ഞ ലോഹ അടങ്ങിയിട്ടുള്ള ദ്രാവകത്തിൽ. അപ്പൊ ഇരുമ്പിനേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞത് ഇതിൽ ഏതാന്ന് ചോദിച്ചാൽ CuSO4. FeSO4 മുഖ്യം ഒന്നും സംഭവിക്കില്ല. ZnSO4 മുഖ്യാലും ഒന്നും സംഭവിക്കില്ല. വാട്ട് ഈസ് റിയാക്ഷൻ? എന്ത് റിയാക്ഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്? എന്ത് റിയാക്ഷൻ എന്നാ പറയാ അതിനെ? ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാ. എന്ത് റിയാക്ഷൻ എന്നാ പറയാ? ഇത് അടുത്ത ക്ലാസ്സിൽ പരീക്ഷയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയ പാഠം എടുക്കുള്ളൂ കേട്ടോ. എന്ത് റിയാക്ഷൻ എന്നാ പറയാ നമ്മളിതിനെ? എന്ത് റിയാക്ഷൻ എന്ന് പറയാ? ആരോടെ ചോദിക്കുന്നത്? ഇത് ചെയ്തിട്ട് വരുമോ നിങ്ങള്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അതിനെ പറയുന്ന പേര് ആദേശ രാസ പ്രവർത്തനം, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. നീ നിങ്ങളുടെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ റിയാക്ഷൻ എഴുതി വെച്ചാൽ മതി അവിടെ ട്ടാ. എന്ത് റിയാക്ഷൻ ആണെന്ന് ചോദിച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമ്മൾ അവിടെ അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ റിയാക്ഷൻ അവിടെ എഴുതി വെക്കും. റിയാക്ഷൻ എന്തുട്ടാ? Cu എന്ന് പറയുന്നത് പോയിട്ട് എന്തായിട്ട് മാറും? Cu 2+ 2e മൈനസ്. ഇരുമ്പിന്റെ കയ്യിൽ നിന്ന് ആദ്യം പോവും. അപ്പൊ Fe gives Fe2+ 2e മൈനസ്. എന്നിട്ട് അത് Cu 2+ 2e മൈനസ് gives Cu ആയിട്ട് മാറും. ഇതൊക്കെ എഴുതി തന്നിട്ടുണ്ട് കേട്ടാ. ഞാൻ ഇതൊന്നും പറയണില്ല, നിങ്ങളത് ചെയ്യാട്ടാ. അത് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് എനിക്ക് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും സംഗതി കിട്ടണം കേട്ടാ. ഇന്ന് ഗ്യാപ്പുള്ള ടൈമില് നിങ്ങൾ ഡേ ടൈമിലേ സ്കൂളിൽ പോണ ടൈമിൽ നിങ്ങൾ വേറെ കണ്ണി കണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് സമയം ചെലവഴിക്കരുത്. കറക്റ്റ് ആ 10 മണിക്ക് നിങ്ങൾ നിങ്ങളുടെ വർക്ക് തുടങ്ങിയിട്ട് 4 മണി വരെ, ഉച്ചയ്ക്ക് കുറച്ച് നേരം ഊണ് കഴിക്കാൻ എടുക്കുക. 4 മണി വരെ നിങ്ങൾ പഠിപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവണം. കേട്ടില്ലേ? അതിന്റെ ഇടയിൽ ക്ലാസ്സും അതൊക്കെ അറ്റൻഡ് ചെയ്യണം, പഠിക്കണം, കാര്യങ്ങൾ ചെയ്യാം. ബാക്കിയുള്ള ടൈം പണ്ട് നമ്മൾ സ്കൂളിൽ പോയിരുന്ന അതേപോലെ തന്നെ സമയം ചെലവഴിക്കുക. ഇനിയിപ്പോ ഇതങ്ങോട്ട് കഴിഞ്ഞ വഴിക്ക് പോയിട്ട് കിടന്നുറങ്ങരുത്. ഇത് കഴിഞ്ഞ വഴിക്ക് പോയിട്ട് കുളിക്കുക, അങ്ങനെ ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക.
കറക്റ്റ് 10 മണിക്ക് നിങ്ങൾ സ്കൂളിലേക്ക് കയറുന്ന പോലെ തന്നെ നിങ്ങൾ പാഠപുസ്തകമായിട്ട് അങ്ങോട്ട് ചേരുക. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ ഭാഗമാണ്, അതിന് ചെയ്യാനുള്ള വർക്കുകളാണ് തരുന്നത് കേട്ടാ. ഓക്കെ, അപ്പോ നമ്മുടെ ഈ പാഠം കഴിഞ്ഞു. ഈ ഒരു ഭാഗം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് എടുത്തത്. ഇനി ഇതിന് വേറെ ഉണ്ട് എന്തെങ്കിലും പറയാനായിട്ട്? എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. നോക്കുക, എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസിലെ കീപ് 2 കാർബൺ റോഡ് ഒരെണ്ണം കണ്ടില്ലേ? ഇമ്മേഴ്സ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, then pass electricity through the solution. At which electrode does color change occur? Anode or cathode? അതും കണ്ടുപിടിച്ചോളൂ കേട്ടാ, ഏതിനാണ് സംഭവിക്കാന്നുള്ളത്. ഇത് ഇപ്പൊ ചെയ്യാൻ പറ്റും, പരീക്ഷണമൊന്നും ഇല്ല അതിൽ കേട്ടാ. അതും ചെയ്യാൻ പറ്റും. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അടുത്ത ക്ലാസ്സിൽ. സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. നോക്കൂ, പിന്നെ ആസിഡിഫൈഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഈസ് ഇലക്ട്രോലൈസ്ഡ്. ഓക്സിജൻ ഈസ് ഒബ്റ്റൈൻഡ് അറ്റ് ദ ആനോഡ്. വാട്ട് അറേഞ്ച്മെന്റ് ആർ ടു ബി മെയ്ഡ് ഫോർ ദിസ്? എന്ത് അറേഞ്ച്മെന്റ് നടത്തിയാലാണ് ഈ പരീക്ഷണം നടത്താൻ പറ്റുകയെന്നാണ് ചോദിക്കുന്നത്. ആസിഡിഫൈഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇലക്ട്രോലൈസ് ചെയ്തു, ഓക്സിജൻ ഒബ്റ്റൈൻ ആയി, ഓക്സിജൻ അതിൽ നിന്ന് ലഭിച്ചു. എന്ത് അറേഞ്ച്മെന്റ് ആണ് ഇതിനു വേണ്ടി നടത്തേണ്ടത് എന്നാണ് ചോദ്യം. അപ്പോ എലമെന്റ് ഡെപ്പോസിറ്റഡ് ആറ്റ് കാഥോഡ്, കാഥോഡില് കോപ്പർ സൾഫേറ്റ് ലായനിയാണ് അപ്പൊ ഇവിടെ ഇതിന് വിധേയമാകുന്നത്. അപ്പൊ ഇലക്ട്രോലൈസ് ചെയ്യാൻ ഇതിന് വേണ്ട അറേഞ്ച്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ കാർബൺ റോഡും ബാറ്ററിയാണ് നമുക്ക് വേണ്ടത്. അത് വെച്ചിട്ട് നമ്മൾ ഇലക്ട്രോലൈസിസ് നടത്തിയാൽ എന്താണ്, കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് അയോൺ, അത് ഏതിലേക്ക് വരും? കാഥോഡിലേക്ക് വന്നിട്ട് അടിക്കും കേട്ടാ. പിന്നെ ഗാൽവനിക് സെൽ ആർ മെയ്ഡ് യൂസിങ് ലൈക്ക് മഗ്നീഷ്യം Cu, Zn and Ag. വാട്ട് വിൽ ബി ദ നേച്ചർ ഓഫ് റിയാക്ഷൻ ഇൻ ഈച്ച് സെൽ? ഓരോ സെല്ലിലും ഉണ്ടാകുന്ന എന്താണ് നേച്ചർ ഓഫ് റിയാക്ഷൻ എന്താണ് എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എഴുതിക്കൂടെ? ഏത് ഗാൽവനിക് സെല്ലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? Mgcu, Mgയും Cu ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഏതിന്ന് ഏതിലേക്കാ പോകുക ഇലക്ട്രോൺ പ്രവാഹം? Mgയിൽ നിന്ന് Cuയിലേക്ക് അല്ലെ? Mg അല്ലേ? അതേപോലെ Zനും Agയും വെച്ചിട്ടുണ്ടാക്കുമ്പോഴോ Zൽ നിന്ന് Agയിലേക്ക്. ഇനി അതല്ല Mg പിന്നെ ഏതും വെച്ചിട്ട് ചെയ്യാം, നമുക്ക് Zനും വെച്ചിട്ട് ചെയ്യാം. അപ്പോ Mgയിൽ നിന്ന് Znലേക്ക്. അതുപോലെ Cu Ag വെച്ച് ചെയ്യാം, അപ്പൊ Cuയിൽ നിന്ന് Agയിലേക്ക്. ഹൗ മെനി ഗാൽവനിക് സെൽസ് ക്യാൻ ബി മെയ്ഡ് ബൈ യൂസിങ് ദിസ് മെറ്റൽ? എത്ര ഗാൽവനിക് സെൽ ഉണ്ടാക്കാന്നാ പറഞ്ഞത്? ഏതൊക്കെ? Agയും Cuയും Zനും Mgയും വെച്ചിട്ട് എത്ര എണ്ണം ഉണ്ടാക്കാം? അതില് റിയാക്ടിവിറ്റി കുറവുള്ളതും കൂടുതലുള്ളതും പരസ്പരം എങ്ങനെ വേണമെങ്കിലും ബന്ധിപ്പിക്കാം. അപ്പൊ Agയും Cuയും ബന്ധിപ്പിക്കാം, Ag Zn Ag Mg. അതുപോലെ ഏതൊക്കെ? Cu Zn Cu Mg, പിന്നെ ഏതാ? Zn Mg. അപ്പൊ എത്ര എണ്ണാക്കി നോക്കൂ, ഞാൻ പറയാം. Ag Cu, Ag Zn Ag Mg, അപ്പൊ 3 എണ്ണായി. പിന്നെ Cu വെച്ചിട്ട് Cu Zn Cu Mg, അപ്പൊ എത്ര എണ്ണായി? 2 എണ്ണം കൂടി ചേരുമ്പോ 5 എണ്ണായി. Zn Mg, അപ്പൊ എത്ര എണ്ണായി? 6 എണ്ണം. 6 തരത്തിൽ നമുക്ക് ബന്ധിപ്പിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളത് അടുത്ത ക്ലാസ്സിലാവുമ്പോഴേക്കും അത് ഇന്ന് എനിക്കത് വാട്സപ്പ് ചെയ്യാം കേട്ടാ. ഞാൻ എന്നിട്ട് കറക്റ്റ് ആൻസർ ഒക്കെ കാണിച്ചു തരാം. ഇതിന്റെ നോട്ട് ഞാൻ തരാം കേട്ടാ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും